എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ കേട്ടറ്റിൻ്റെ കാറ്റഗറി 1ൻ്റെ സയൻസിൻ്റെ പ്ലാന്റ്സിൻ്റെ ഭാഗമാണ് നമ്മൾ നോട്ട്സ് നിങ്ങൾക്ക് തരാൻ പോണത്. ഇതെല്ലാവരും ഇത് പഠിക്കുക, ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളാണ് കേട്ടോ തരുന്നത്. നോക്കാം. സങ്കരയിനം വിത്തുകൾ, ഓരോ സസ്യത്തിൻ്റെയും സങ്കരയിനം വിത്തുകളെ കുറിച്ച് നോക്കാം. മുളക് ഉജ്ജ്വല, ജ്വാലാമുഖി. പയർ ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ല് പവിത്ര, അന്നപൂർണ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കരൻ. വെണ്ട സൽകീർത്തി, കിരൺ. ഇതൊക്കെയാണ് മികച്ച ഇനം സങ്കര ഇനം വിത്തുകൾ. ഇതിൽ പ്രധാനപ്പെട്ടതിൻ്റെ മാത്രമാണ് ഇതുള്ളത് കേട്ടോ. ഇനി അടുത്ത നോക്കാം. വർഗസങ്കരണത്തിലൂടെ ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ്. ഇനി പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി, തൃശ്ശൂരുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ കേരള കാർഷിക സർവകലാശാല, കേരള യൂണിവേഴ്സിറ്റി എന്താണ്, മണ്ണുത്തിയാണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണുത്തി, തൃശ്ശൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ്. അപ്പോൾ റബ്ബറിന് കേട്ടാൽ നിങ്ങൾ ഓർക്കണം, കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. അപ്പോൾ ഈ 4 പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി, തൃശ്ശൂർ. കേന്ദ്ര കിഴങ്ങുവിള ശ്രീകാര്യം, തിരുവനന്തപുരം. റബ്ബറിൻ്റെ കോട്ടയം. ഇനി മറ്റ് കാർഷിക സംരംഭങ്ങൾ. അപ്പോൾ ഓരോ കാർഷിക രംഗത്തും ഓരോ കൃഷി ചെയ്യുന്നതിന് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പട്ടുനൂൽപ്പുഴു വളർത്തൽ, സെറിക്കൾച്ചർ. പൂവ് കൃഷി, ഫ്ലോറിക്കൾച്ചർ. തേനീച്ച വളർത്തൽ, എപ്പിക്കൾച്ചർ. മുയൽ വളർത്തൽ, ക്യൂണിക്കൾച്ചർ. കൂൺ കൃഷി, മഷ്റൂം കൾച്ചർ. കോഴിക്കൃഷി, പൗൾട്രി ഫാമിംഗ്. കന്നുകാലി വളർത്തൽ, ലൈവ് സ്റ്റോക്ക് ഫാമിംഗ്. മത്സ്യകൃഷി, പിസിക്കൾച്ചർ. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം കേട്ടതിൽ ചോദിച്ച ചോദ്യമാണ് ഈ ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ ഏത് കൃഷിയാണെന്ന്. അതിൻ്റെ ഉത്തരം മുയൽ വളർത്തൽ. അപ്പോൾ ഈ ഓരോ കൾച്ചറിൻ്റെ പേരും എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഒന്ന് പഠിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് തേനീച്ച വളർത്തലൊക്കെ അറിയാൻ പറ്റുമായിരിക്കുമല്ലേ പെട്ടെന്ന്. ക്യൂണിക്കൾച്ചർ പെട്ടെന്ന് കൺഫ്യൂഷനായി പോകും. അതാണ് മുയലിൻ്റെ വളർത്തലാണ്. ഇനി അടുത്ത് നോക്കാം. ആൺപൂവും പെൺപൂവും. കേസരപ്പുടം മാത്രമുള്ള പൂക്കൾ ആൺപൂക്കളും ജനിപുടം മാത്രമുള്ള പൂക്കൾ പെൺപൂക്കളുമാണ്. മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയവയിൽ ആൺപൂക്കളും പെൺപൂക്കളുമുണ്ട്. ആൺമരവും പെൺമരവും. കുടപ്പന, കുടംപുളി, ജാതി തുടങ്ങിയവ സസ്യങ്ങളിൽ ആൺമരവും പെൺമരവുമുണ്ട്. ആൺമരത്തിൽ ആൺപൂക്കൾ മാത്രവും പെൺമരത്തിൽ പെൺപൂക്കൾ മാത്രവുമാണ് കാണുന്നത്. അപ്പോൾ കുടപ്പന, കുടംപുളി, ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ ആൺമരവും പെൺമരവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ആൺമരമൊക്കെ അതിന് കായ്ക്കൽ കുറവായിരിക്കും. ഈ നാടൻ മാവും നമ്മളെ നീലമാവും തമ്മിലുള്ള വ്യത്യാസമാണ്. താരതമ്യേന ചെറിയ മാവായിരിക്കും നാടൻ മാവ്. പിന്നെ അത് മറ്റേത് വലിയ മാങ്ങ, പുളിയുള്ളതോ മധുരമുള്ളതായ മാങ്ങ, മറ്റേ നല്ല മധുരമുള്ള മാങ്ങ നമ്മുടെ മണ്ണിൽ നന്നായി വളരും. നമ്മുടെ മണ്ണിൽ നന്നായി വളരില്ല. പ്രത്യേക പരിചരണം ആവശ്യമുണ്ട്, ആവശ്യമില്ല, നല്ല പരിചരണം വേണം. നാടൻ മാവ് ആകുമ്പോൾ എങ്ങനെയായാലും ദീർഘകാലം നിൽക്കുകയും ചെയ്യും. ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും കഴിക്കുക, പക്ഷേ കുറേ നാൾ നിൽക്കും. നല്ല മാവായിരിക്കും. പ്രത്യേകമായിട്ട് നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇനി ദുർഗന്ധമുള്ള പൂക്കൾ. ചേനപ്പൂവിൻ്റെ ഗന്ധത്തിൽ ഭയങ്കര പൊട്ടമണമാണ്, ദുർഗന്ധമാണ്. ചേനയിലും ചേമ്പിലുമൊക്കെ പരാഗണം നടത്തുന്ന ഈച്ചകളാണ്. ഈച്ചകളെ ആകർഷിക്കാനാണ് ഈ ദുർഗന്ധം. വലിയ പൂവായിരിക്കും ചേനയിൽ, പക്ഷേ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ട മണമായിരിക്കും, ദുർഗന്ധമുള്ള മണമാവും. അപ്പോൾ ഈച്ചനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു മണം. അപ്പോൾ നെല്ല്. ഇനി സങ്കര ഇനങ്ങൾ നോക്കട്ടെ. നെല്ലിൻ്റെ പവിത്ര, ഹസ്ര, അന്നപൂർണ. പയർ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക.
പച്ചമുളക് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. വെണ്ട കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതന സൂര്യ, ശ്വേത, ഹരിത, നീലിമ. തക്കാളി മുക്തി, അനഘ, അക്ഷയ. അപ്പോൾ ഈ തൈക്കളുടെ ഒക്കെ സങ്കര ഇനത്തിൻ്റെ പേരാണ്, വ്യത്യസ്ത പേരുകളാണ്. അപ്പോൾ എല്ലാവരും അത് പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു നോക്കിയാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വീഡിയോസ് എല്ലാ വിഷയത്തിൻ്റെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. 18-ാം തീയതി എക്സാം.